അങ്കണവാടി ജീവനക്കാരുടെ സമരത്തിന് പിന്നിൽ രാഷ്ട്രീയമെന്ന മന്ത്രി പി രാജീവ് നിയമസഭയിൽ. അങ്കണവാടി കേന്ദ്ര പദ്ധതിയുടെ ഭാഗമാണെന്നും ജീവനക്കാരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും പി രാജീവ് പറഞ്ഞു. ന്യായമായ സമരത്തെ സർക്കാർ അംഗീകരിക്കുന്നില്ലെന്നും സമരത്തെ സർക്കാർ പുച്ഛിക്കുന്നുവെന്നുമാണ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയത്. സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അംഗൻവാടി വർക്കർമാർക്ക് നൽകുന്ന ഓണറേറിയം 10,000 രൂപയായും ഹെൽപ്പർമാർക്ക് ഓണറേറിയം 7,000 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതാണ് UDF ഗവൺമെന്റിന്റെ കാലത്ത് 5 കൊല്ലം കൊണ്ട് ചെയ്തത്. സ്വന്തമായി കെട്ടിടമില്ലാത്ത വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ വാടക ഇവർ കൊടുക്കണം. ഇവർ രണ്ടുപേരും കൂടി കൊടുക്കണം. ഹെൽപ്പറും വർക്കറും കൂടി കൊടുക്കണം. വാടക കൊടുക്കണം, അഡ്വാൻസ് പിന്നെ കൊടുക്കും. സാർ കറണ്ട് ബില്ല് അവർ കൊടുക്കണം. കറണ്ട് ബില്ല് സാർ ഈ അംഗൻവാടിയിലെ വെള്ളക്കരം ഈ കിട്ടുന്ന പൈസയിൽ നിന്ന് ഇവരടയ്ക്കണം. യൂണിയൻ ഗവൺമെന്റ് 2,700 രൂപ നൽകി വരുമ്പോൾ നമ്മൾ 12,500 13,000 രൂപയും, യൂണിയൻ ഗവൺമെന്റ് ഹെൽപ്പർമാർക്ക് 1,350 രൂപ മാത്രം നൽകി വരുമ്പോൾ നമ്മൾ 8,500 9,000 രൂപയും ഇപ്പോൾ ഓണറേറിയമായി നൽകി വരുന്നുണ്ട്. 2024 നവംബർ വരെയുള്ള ക്ഷേമനിധി ആനുകൂല്യങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. 4 മാസം കുടിശ്ശികയാണുള്ളത്. ആ കുടിശ്ശിക നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ സംഘടനകളുമായി ചർച്ച ചെയ്ത് തീരുമാനം എടുത്തു കഴിഞ്ഞതാണ്. അതുകൊണ്ട് പുതുതായി ആ പ്രശ്നങ്ങളൊന്നും ഉയർന്നു വരുന്നില്ല. ആ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് 6 മാസത്തിലൊരിക്കൽ യോഗം ചേരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനങ്ങളുടെ ഭാഗമായി വന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ല.